റമ്മും ആപ്പിൾ ജ്യൂസും ചേർത്തുണ്ടാക്കിയ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ക്രിസ്മസ് പ്ലം കേക്കാണിത്. ഇതിൽ റമ്മിൻ്റെ ടേസ്റ്റോ ആൽക്കഹോളോ ഒന്നും ഉണ്ടാവില്ല. റം ഉപയോഗിക്കാതെ അത്രയും അളവ് ആപ്പിൾ ജ്യൂസ് ഉപയോഗിച്ചാലും മതി. ഈ ക്രിസ്മസിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ചെറി, റൈസിൻസ്, ഗോൾഡൻ റൈസിൻസ് പോലെയുള്ളവയും നട്ട്സ്, ക്യാഷി, വാൽനട്ട് പോലെയുള്ളവയും 2 കപ്പ് മിക്സായി എടുത്ത് ഇപ്പോൾ തന്നെ 100 ml റമ്മും 100 ml ആപ്പിൾ ജ്യൂസും ഒഴിച്ച് അടച്ചു വെച്ച് സോക്ക് ചെയ്യുക. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ. ഇത് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 8 ounce ആണ്. സാധാരണ കാപ്പിക്കപ്പാണെങ്കിൽ അതിന് 3/2 ഭാഗം. 1 സ്റ്റിക്ക് അൺസാൾട്ടഡ് ബട്ടർ. 1 സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് 4 ounce അല്ലെങ്കിൽ 113 gram ആണുള്ളത്. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടർ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. 1 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ. ഇതിപ്പോൾ ഞാനിത് 3/4 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുക്കുന്നുള്ളൂ, കാരണം എല്ലായിടത്തും ബ്രൗൺ ഷുഗർ അവൈലബിൾ അല്ലായിരിക്കും. അതുകൊണ്ട് 3/4 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് വൈറ്റ് ഷുഗറും എടുത്തിട്ട് ആ വൈറ്റ് ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കും. ഇതാണ് 1/4 കപ്പ് വൈറ്റ് ഷുഗർ. ഇപ്പം ഞാൻ പറഞ്ഞ കപ്പിന്റെ അളവ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ 1 കപ്പ് എന്നുള്ള സൈസ് 8 ounce ആണ്. 2 മുട്ട. ഈ മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. 2 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സിന്റെയും നട്ട്സിന്റെയും മിക്സ്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 16 ounce അല്ലെങ്കിൽ ഒരു 450 gram ഉള്ളത് വരും. അപ്പൊ ഈ മിക്സ്ഡ് ഫ്രൂട്ടിന് ഞാൻ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കേക്ക് മിക്സ് കിട്ടും. അതിനകത്തുള്ളത് പൈനാപ്പിള്, ചെറി, പിന്നെ ക്യാൻഡീഡ് ലെമൺ പീല്, ക്യാൻഡീഡ് ഓറഞ്ച് പീല്, ഇവയൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ റൈസിന്, ബ്ലാക്ക് റൈസിൻസ്, കാഷ്യൂസ്, വാൽനട്ട്സ്, ഇത്രയും സാധനമാണ് ഈ ഫ്രൂട്ട് ആൻഡ് നട്ട് മിക്സിലുള്ളത്. അതുപോലെ നമ്മൾ ഈ ഫ്രൂട്ട് ആൻഡ് നട്ടിന്റെ മിക്സ് 100 ml ഡാർക്ക് റമ്മും 100 ml ആപ്പിൾ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തേക്കിട്ട് മിനിമം 24 മണിക്കൂർ വെക്കണം. ഞാൻ 2 ആഴ്ച വെച്ചായിരുന്നു. മാക്സിമം 2 ആഴ്ച വെച്ചാൽ മതി. കൂടുതൽ കാലമൊന്നും വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താണിത്. അരിച്ചെടുക്കുമ്പോൾ വരുന്ന ആ ജ്യൂസും ഉണ്ടല്ലോ, ആ ജ്യൂസ് റം മിക്സ് ആണ്. അത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ കേക്ക് മിക്സിലേക്ക് ആഡ് ചെയ്യണത്. ഒരു ഓറഞ്ചിന്റെ സെസ്റ്റ് ചിരണ്ടി എടുത്ത് അതിന്റെ പുറത്തെ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രമേ ലൈറ്റായിട്ട് ചിരണ്ടി എടുക്കാവുള്ളൂ. ഒരു ലെമണിന്റെ സെസ്റ്റ്, അതും അതിന്റെ പുറത്തെ ആ മഞ്ഞ കളറുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ചിരണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് കുറച്ച് സ്പൈസസ് വേണം. അല്പ കറുവാപ്പട്ട, ഒരു ജാതിക്കയുടെ 4 ഭാഗം, 4 പോലും വേണ്ട, ഒരല്പം ജാതിക്ക, 3 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരല്പം ഉപ്പ്, 1/4 ടീസ്പൂണിൽ താഴെ മതി കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വനേല എക്സ്ട്രാക്ട്. പിന്നെ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കേക്കിന്റെ മോൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ്, അല്പം ആൽമണ്ടിന്റെ സ്ലൈസസ്, പിന്നെ ഒരു അല്പം കാഷ്യൂ. ആദ്യം നമുക്ക് ഈ ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയും ജാതിക്കായും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. ക്യാരമലൈസ് ചെയ്യാനുള്ള 1/4 കപ്പ് വൈറ്റ് ഷുഗർ ഒരു പാനിലേക്കിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര ഉരുകാൻ വയ്ക്കുക. ഇടയ്ക്കൊന്ന് കെയർഫുള്ളായി ഇളക്കാം, പക്ഷേ ഒത്തിരി ഇളക്കി സൈഡിലൊന്നും പറ്റിക്കരുത്. ഇവിടെ ഉണ്ടാക്കുന്ന കേക്ക് ഡാർക്ക് ബ്രൗൺ കളറിലുള്ളതാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള കേക്കാണ് ഇഷ്ടമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ 1 കപ്പ് വൈറ്റ് ഷുഗർ എടുത്തിട്ട് അതിൽ നിന്നും 1/2 കപ്പ് ക്യാരമലൈസ് ചെയ്താൽ മതി. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനമല്ല കേട്ടോ, ബ്രൗൺ കളറിലുള്ള ബ്ലീച്ച് ചെയ്യാത്ത പഞ്ചസാരയാണ്. ഇപ്പോൾ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്കോട്ട് മാറ്റുക. എന്നിട്ട് പഞ്ചസാര നല്ല ക്യാരമലൈസ് ആകുന്നത് വരെ വയ്ക്കുക. ക്യാരമലൈസ് ആയി കഴിയുമ്പം സ്റ്റൗ ഓഫാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് 1/2 കപ്പ് തിളച്ച വെള്ളം അല്പാൽപമായി ഒഴിക്കണം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം, കാരണം അത് മേത്തേക്ക് തെറിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ പഞ്ചസാര ക്യാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് 1/2 കപ്പ് തിളച്ച വെള്ളം വളരെ ശ്രദ്ധിച്ച് അല്പാൽപമായി ഇതിൽ ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഈവനായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി ആ പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലപോലെ അടിച്ചെടുക്കണം. ബട്ടർ ആഡ് ചെയ്ത് പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ ആദ്യമേ ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു സ്പാറ്റില കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഹാൻഡ് മിക്സർ കൊണ്ട് ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
പഞ്ചസാരയും ബട്ടറും നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കാരമലൈസ്ഡ് ചെയ്ത് വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അതും നല്ലപോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് സ്പാറ്റില കൊണ്ടും ചെറുതായിട്ട് സൈഡൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കുന്നു. നമ്മുടെ 2 കപ്പ് ഫ്രൂട്ട് ആൻഡ് നട്ട് മിക്സിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലവറിൽ നിന്നും മൈദയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ മൈദ ഇങ്ങനെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാനുള്ള കാരണം ഈ ഫ്രൂട്ട്സ് അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബാറ്ററിൽ അതിൻ്റെ പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ എല്ലായിടത്തും ഈവനായിട്ടിരിക്കാൻ വേണ്ടി. ഇനി ആ ഫ്ലവർ ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിനകത്ത് ഇടണം. ഇത് നമ്മളിങ്ങനെ സിഫ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി പ്രീസിഫ്റ്റഡ് ഫ്ലവർ ആയിരുന്നു. അത് നമ്മൾ ഒന്നുകൂടെ സിഫ്റ്റ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അല്പം കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്പൈസസ് പൊടിച്ചത്, നമ്മൾ വറുത്ത് പൊടിച്ച സ്പൈസസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് ഇതിലൂടെ സിഫ്റ്റ് ചെയ്ത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നു. എന്നിട്ട് ആ ഹാഫ് മൈദ ആഡ് ചെയ്തിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്യുക. ഇനി മിക്സറൊന്നും യൂസ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നമ്മളൊരു സ്പാറ്റില കൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിട്ട് ഈ നടുക്കേക്ക്, ഇതാണ് ഫോൾഡിങ് ദ ബാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കേക്കിന് എപ്പോഴും ബാറ്റർ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് വരുന്നു ഓരോ ആ പാത്രം ഒരു ക്വാർട്ടർ ടേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യവും എല്ലാവർക്കും ഇങ്ങനെ ഫോൾഡിങ് വരാൻ വേണ്ടിയിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഫോൾഡിങ് ചെയ്യുക. ഇനി ബാക്കി ഫ്ലവറും കൂടെ ഇതുപോലെ നമ്മൾ ഈ അരിപ്പയിലൂടെ അരിച്ചിടുന്നു. അതിനുശേഷം വീണ്ടും അതും ബാക്കിയും കൂടെ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ഈവൻ ക്വാർട്ടർ ടേൺ ആ പാത്രം തിരിച്ച് മൊത്തം ഈവനായിട്ട് ഫോൾഡിങ് ചെയ്യണം. ഇനി ആ ഓറഞ്ച് സിസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അത് ഫോൾഡിങ് ചെയ്യുക. അതുപോലെ ആ ലെമണിൻ്റെ സിസ്റ്റം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അതും ഫോൾഡിങ് ചെയ്യുക. ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ലിക്വിഡ് അരിച്ചെടുത്തതിൽ നിന്ന് ഒരു കുറച്ച് ആഡ് ചെയ്യുക. ആവശ്യത്തിന് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ, ബാറ്റർ ലൂസായി പോകല്ല. ഇനി ആ 2 കപ്പ് ഡ്രൈഡ് നട്ട് ആൻഡ് ഫ്രൂട്ട് മിക്സ് മൈദ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ആദ്യം ഒരു പകുതി ആഡ് ചെയ്യുക, ഫോൾഡിങ് ചെയ്യുക ബാറ്ററിലേക്ക്. അതിന് ശേഷം ആ ബാക്കിയുള്ള ഫ്രൂട്ട്സും ബാക്കിയുള്ള നട്ടിൻ്റെ ഫ്രൂട്ടിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്യാം. മൊത്തം ആഡ് ചെയ്തിട്ട് ഇനി 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാനിൽ ചുറ്റും ബട്ടർ തടവുക. ബട്ടർ തടവിയ ശേഷം അതിനകത്തിട്ട് ഈ പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക. എന്നിട്ട് ബാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശമൊക്കെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക സ്പാറ്റില കൊണ്ട്. ഇനി നമ്മൾ ടോപ്പ് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരുന്ന ആ നട്ട്സും ഇതൊക്കെ അവിടെ ഇവിടെയായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഗാർണിഷുകളൊക്കെ നമ്മൾ ഒരുമാതിരി ഈവനായിട്ട് നിരത്തി ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി നമ്മൾ ഓവനിൽ വെച്ച് 45 മിനിറ്റ്, 40 മുതൽ 45 മിനിറ്റ് വരെ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. 350 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി സെൽഷ്യസോളം വരും.
350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 മുതൽ 45 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്യുക. ഓവനില്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചും ബേക്ക് ചെയ്യാം. അതിന് ഡീപ്പായ അടപ്പുള്ള ഒരു പാനിൽ ബാറ്റർ ഒഴിച്ച് അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം ഹൈയിൽ വയ്ക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലിട്ട് അടച്ചു വെച്ച് 30 മിനിറ്റ് കുക്ക് ചെയ്യുക. ഓവനിൽ വെച്ച് ഇടയ്ക്ക് ഓവൻ തുറന്നു നോക്കരുത്. 40 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം തുറന്ന് ചെക്ക് ചെയ്യുക. 40 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തു. പിന്നെ അത് അല്പം കൂടെ വേണ്ട, അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. ഇപ്പോൾ 45 മിനിറ്റായി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് കംപ്ലീറ്റ് റെഡിയായി നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ. ഈ കേക്ക് വെന്തോന്ന് അറിയാണ്. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു ടൂത്ത്പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത്തരമൊന്നും സ്റ്റിക്ക് ചെയ്ത് ക്ലീനായിട്ട് വരുവാണെങ്കിൽ വെന്തു. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഈ പാനിൽ നിന്ന് എടുക്കുക. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ക്രിസ്മസ് പ്ലം കേക്ക് തണുക്കാൻ വെച്ചിട്ട് 15 മിനിറ്റായി. ഇനി ഈ പാനിൽ നിന്ന് നമുക്ക് എടുക്കാം. ഈ കേക്ക് 3-4 മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ ചൂടാറിയിട്ടേ കട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു വായു കടക്കില്ലാത്ത പാത്രത്തിൽ അടച്ചു വെച്ചാൽ 3 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.